നമസ്കാരം. സമൂഹമാധ്യമങ്ങളിൽ പലപ്പോഴും പല തെറ്റായ വിവരങ്ങളും തെറ്റായ ചിത്രങ്ങളും തെറ്റായ വിവരണങ്ങളുമൊക്കെ തന്നെ വരാറുണ്ട്. പലതും മോർഫ് ചെയ്തും എഡിറ്റ് ചെയ്തും ഫോട്ടോഷോപ്പ് വിദ്യകൾ കാണിച്ചുമൊക്കെ പല രീതിയിലുള്ള രാഷ്ട്രീയമായും സാമൂഹികമായും സാംസ്കാരികവുമായുള്ള പല പ്രചരണങ്ങളും വരാറുണ്ട്. അത് ഒരു വേള അതിനുവേണ്ടി പ്രത്യേകമായൊരു ടീമുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഇവിടെയുണ്ട് എന്ന ഒരു പരാതി പൊതുവെയുണ്ട്. തെറ്റായ വിവരങ്ങൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും സംഘടനകളുമൊക്കെ പ്രദർശിപ്പിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമൊക്കെ ധാരാളം കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ പശ്ചാത്തലത്തിൽ UAEയിലെ ബുർജ് ഖലീഫ കെട്ടിടത്തിൽ ശ്രീരാമൻ്റെ ചിത്രം തെളിച്ചതായി അവകാശപ്പെടുന്ന ഒരു പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു. ഇത് സത്യമാണോ? ഇത് യാഥാർത്ഥ്യമാണോ? 916 ക്യാരറ്റ് ശുദ്ധമായ ഇസ്ലാമിക രാജ്യത്ത് എന്ന കുറിപ്പിനൊപ്പമാണ് ഈ പോസ്റ്റ് പ്രചരിക്കുന്നത്. പലപ്പോഴും ലോകത്ത് നടക്കുന്ന പല സംഭവവികാസങ്ങളും ഇത്തരത്തിൽ UAEയിലെ ബുർജ് ഖലീഫ കെട്ടിടത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ വർണ്ണശബളമായ ലൈറ്റുകൾ കൊണ്ട് പ്രദർശിപ്പിക്കുന്നത് ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. റിവേഴ്സ് ഇമേജ് വഴി വിശദമായി പരിശോധിച്ചപ്പോൾ ഒരു ഫുഡ് വ്ളോഗറുടെ വെബ്സൈറ്റിൽ നിന്ന് ഇതേ ചിത്രം മാധ്യമങ്ങൾക്ക് ലഭിച്ചു. 2019 ഒക്ടോബറിൽ അപ്ലോഡ് ചെയ്ത ചിത്രമാണ് ഇതോട് ചേർത്ത് വച്ചിട്ടുള്ളത്. ശ്രീരാമൻ്റെ ചിത്രത്തോടൊപ്പം പ്രചരിക്കുന്ന ബുർജ് ഖലീഫയുടെ ചിത്രവുമായി സാമ്യമുള്ളതാണ് ഈ വെബ്സൈറ്റിലെ ചിത്രവും. ഈ ചിത്രങ്ങൾ രണ്ടും പരിശോധിച്ചപ്പോൾ ചിത്രങ്ങളുടെ ചുറ്റുപാടിലും ലൈറ്റിങ്ങിലും ഒക്കെ സാമ്യതയുള്ളതായി വ്യക്തമായി. മറ്റൊരു സ്റ്റോക്ക് ഇമേജിലും ബുർജ് ഖലീഫയുടെ വൈറൽ ചിത്രത്തിന് സമാനമായ ചിത്രം ലഭിച്ചു. ഇരു ചിത്രങ്ങളിലും ഉള്ളത് ബുർജ് ഖലീഫയുടെ രാത്രി ദൃശ്യമാണ്. വൈറൽ ചിത്രത്തിന് സമാനമായ ആംഗിളിലുമാണ് ഈ ചിത്രം പകർത്തിയത്. ഈ ചിത്രങ്ങളിലൊന്നും തന്നെ ശ്രീരാമൻ്റെ ചിത്രമുള്ളതായി കാണാൻ സാധിക്കുന്നില്ല. കൂടുതൽ കീവേഡുകളുടെ പരിശോധനയിൽ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ബുർജ് ഖലീഫയിൽ ശ്രീരാമൻ്റെ ചിത്രം തെളിയിച്ചതായുള്ള ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. ബുർജ് ഖലീഫയുടെ ഔദ്യോഗിക സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിലും ഇത് ഇല്ല. ഇത്തരം ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ബുർജ് ഖലീഫയുടെ ഔദ്യോഗിക സമൂഹമാധ്യമ പേജുകളിൽ അവ പങ്കിടാറുണ്ട്. എന്നാൽ ഈ പേജുകളിലൊന്നും ഇത്തരത്തിൽ ഒരു ചിത്രം കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിൽ നിന്ന് ബുർജ് ഖലീഫയുടെ രാത്രി ദൃശ്യത്തിൻ്റെ ചിത്രത്തിൽ ശ്രീരാമൻ്റെ ചിത്രം എഡിറ്റ് ചെയ്ത് വൈറൽ ചിത്രം ഡിജിറ്റലായി നിർമ്മിച്ചതാണ് എന്ന് വ്യക്തമാകുന്നു. ബുർജ് ഖലീഫ കെട്ടിടത്തിൽ ശ്രീരാമൻ്റെ ചിത്രം തെളിയിച്ചതായി അവകാശപ്പെടുന്ന ഈ ചിത്രം സമ്പൂർണ്ണമായി വ്യാജമാണ് എന്നും മനസ്സിലാകുന്നു. ഡിജിറ്റലി എഡിറ്റ് ചെയ്ത് പ്രത്യേകമായ സാങ്കേതിക വിദ്യയോടുകൂടി കളർ കറക്ഷൻ ചെയ്ത് അതിൻ്റെ നിറങ്ങളും മറ്റും ചാലിച്ച് ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. ഇത്തരത്തിൽ ചിത്രങ്ങൾ ബുർജ് ഖലീഫയുടെയും അതുപോലെ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളുടെയും ഒക്കെ തന്നെ ചിത്രങ്ങൾ പ്രചരിക്കുന്നത് കണ്ടിട്ടില്ലേ? ആകാശത്തിൻ്റെ ഒരു ദൃശ്യം ഒരുക്കിക്കൊണ്ട് അവിടെ ഈശ്വര രൂപം വരുന്നു, ഈശ്വരനെ കണ്ടു എന്നൊക്കെ പറഞ്ഞുള്ള ചില ചിത്രങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ പ്രചരിക്കാറുണ്ട്. അതുപോലെ 3ഉം 4ഉം തലയുള്ള പാമ്പ്, അങ്ങനെയുള്ള ചില ചിത്രങ്ങളും ഒക്കെ തന്നെ ഈ സമൂഹ മാധ്യമത്തിലൂടെ എഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കാറുണ്ട്. ഈ എഡിറ്റ് ചെയ്യുന്നവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ഉദ്ദേശശുദ്ധിയെ തീർച്ചയായിട്ടും അത് സംശയത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട്. അത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നത് അത് കുറ്റമാണ്, കുറ്റകരമായ കാര്യമാണ്. ഇവർക്കെതിരെയൊക്കെ തന്നെ ശക്തമായ നടപടി എടുക്കണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയുന്നു.